തൃശ്ശൂർക്കാരൻ ചേട്ടൻ അച്ചീവ് ചെയ്തേക്കണത് ഒരു ചില്ലറ കാര്യമല്ല. നമ്മുടെയൊക്കെ സ്വന്തം കൺട്രിയുള്ള ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽ നേടി. ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽ നേടിയ ഓട്ടോറിക്ഷക്കാരൻ. അതന്നെ 100 റിലേയിലും 100 മിക്സഡ് റിലേയിലും ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടി. പേപ്പറിൽ വന്ന ഇതായിട്ട് കാണുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഓട്ടോ ഡ്രൈവർ തായ്ലാന്റിലേക്ക്. അതിൽ അച്ചീവ് ചെയ്തിട്ട് വന്നിട്ടില്ല അല്ലേ? അതെ അതെ. പേര് സനോജ്. പേര് സനോജ്. മണ്ണമ്പേട്ട എന്ന് പറയും. മണ്ണമ്പേട്ട. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു വേണ്ടത്ര അംഗീകാരം ഇവിടെ അച്ചീവ് ചെയ്ത് വന്നപ്പോൾ നാട്ടുകാർക്ക് തന്നില്ല എന്നുള്ളത് തോന്നലുണ്ടോ? ഞാനിപ്പോഴും അറിയുന്നു കേട്ടോ. അങ്ങനെയുണ്ട്. എന്നാലും പിന്നെ നമുക്ക് പോകാനോ കാര്യങ്ങളും സഹായങ്ങളൊന്നും ഇല്ലേ ഗവൺമെന്റിന്റെ തലത്തിലോ മറ്റുള്ള സഹായങ്ങളൊന്നും. നമ്മളറിയാവുന്ന കുറച്ച് വ്യാപാരികളുണ്ട്, അവരൊക്കെ എന്നെ സഹായിച്ചു. അറിയുന്നവര് അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ജോലി എന്തെങ്കിലുമൊക്കെ തരാം വെച്ചാൽ ഞാനൊരു ഏഷ്യൻ മെഡലിസ്റ്റാണ്. ഉണ്ടെങ്കിൽ ഞാൻ 6 മാസം എനിക്ക് ജോലി കിട്ടിയിരുന്നു നമ്മുടെ ഈ ഒരു സംഭവയിൽ പ്രശ്നമുണ്ട്. വീണ്ടും കണ്ടിന്യൂറ്റി ആയിട്ട് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരം. നമ്മളൊന്നും മനസ്സറിഞ്ഞ് അപ്രിഷിയേറ്റ് ചെയ്യാനുണ്ട് ഈ തൃശ്ശൂർക്കാരൻ ഓട്ടോറിക്ഷക്കാരൻ ചെയ്യണം. കാരണം ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആൾ തായ്ലൻഡിൽ പോയിട്ട് അച്ചീവ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള. അപ്പോൾ ആള് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഒരു സാധാരണ ഒരു ഓട്ടോറിക്ഷക്കാരിൽ നിന്ന് അവിടെ പോയിട്ട് അച്ചീവ് ചെയ്ത് വന്നല്ലോ. അതെ. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ കേരളത്തിൽ വളരെ റയർ തന്നെയാണ് സ്റ്റേറ്റ് നീന്തൽ ചാമ്പ്യനോട് 5 വർഷത്തെ സ്റ്റേറ്റ് നീന്തൽ ചാമ്പ്യനോട് രണ്ടും ഉണ്ട്. അത്ലറ്റിക്സും ഉണ്ട്, സ്വിമ്മറും ഉണ്ട്. വളരെ റയർ ആയിട്ടുള്ള ആളാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ ഉപജീവനമായിട്ട് ഇത്രയും ഒരുപാട് കാര്യങ്ങളും കഴിവുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും വേറെ അതിലേക്ക് മാറിയില്ലേ? വേറെ മാർഗില്ലേ. അപ്പൊ ഇതന്നെ ഓടിക്കും. എന്തായാലും വൈകുന്നേരം കാശ് കിട്ടും, അരിപടിയാ കാശ് കിട്ടും. മറ്റേതാകുമ്പോ അങ്ങനെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല. ഫിലിമിലൊക്കെ പോയാലും അങ്ങനെ പെട്ടെന്ന് പൈസ കിട്ടില്ല. പിന്നെ നമ്മുടെ ഫിലിമ ശരിക്കും സിനിമയാണ് ലക്ഷ്യം. അപ്പൊ മോഹൻലാലിന്റെ മുകളിലെ കൂടെ ഒക്കെ അഭിനയിച്ചു. നല്ലൊരു പെരുമാറ്റം. എന്റെ പൊന്നെ നിസാർക്കാനല്ലാട്ടത് ഇന്ത്യക്ക് വേണ്ടി തായ്ലൻഡിൽ പോയിട്ട് ഓടി മെഡൽ വാങ്ങിച്ചു. അതിന്റെ ഒപ്പം മറ്റേ നീന്തൽ ചാമ്പ്യൻ ഇപ്പൊ മോഹൻലാലിന്റെ ലാലേട്ടന്റെ മകളുടെ ഒപ്പം അഭിനയം. അതെ അതെ. ഇവിടെ തുടക്കം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചു. നല്ലൊരു പെരുമാറ്റം, നല്ലൊരു കുട്ടിയാണ്. അവര് സ്പോർട്സ്മാനാണ്. ലാലേട്ടന്റെ മോള്. പിന്നെ എല്ലാവർക്കും ആയോധന കലകളിൽ അദ്ദേഹം അവർക്ക് ഭയങ്കര ഒരു സംസാരിച്ചു. അങ്ങനെയല്ല, ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഞാൻ ഈ കാര്യം സംസാരിച്ചില്ല. നല്ലൊരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് ആ കുട്ടി നമ്മളോട് കയറുന്നത്. എന്തായാലും ചേട്ടൻ ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ് ഈ മണ്ണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ. സാധാരണ ഓട്ടോറിക്ഷക്കാരാണെങ്കിലും നല്ല സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതിലേക്ക് കയറി പോവാം അല്ലെ? അതെ അതെ, കിട്ടാവുന്നതാണ്. വെച്ചാൽ രണ്ടും ഉണ്ട്, അത്ലറ്റിക്സ് സ്വിമ്മറും ഉണ്ട്. പിന്നെ ജോലി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ മെച്ചമാണ്. അതിന്റെ നമ്മൾ താഴെ നമ്പർ കൊടുക്കാം. ചേട്ടനെ സഹായിക്കാൻ മുന്നേ ഒന്ന് സഹായിക്കട്ടെ അല്ലേ? ശരി.